എന്നിട്ട് വേണം ഫോറസ്റ്റുകാർ നമ്മളെ ജയിലിൽ കൊണ്ടിടാൻ. ഒരു രക്ഷയില്ല. എൻ്റെ നാട്ടിലുമായി, എൻ്റെ വീടിൻ്റെ അവിടെയായി എന്നോ പറയാൻ എൻ്റെ ബ്രോയെ. ഇല്ലാതിരുന്നത് അവിടെ ഒന്നുമില്ലായിരുന്നു, ഇപ്പം അവിടെയായി. അയ്യോ വലിയ ശല്യം. ഒന്നും സാധനങ്ങൾ വിടാൻ പറ്റത്തില്ല. 11:48. ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ വാലക്ക് ബ്രോ. ശബരിച്ചിട്ട് ഞാൻ എന്നാ പോട്ടെ എന്നാ, എനിക്ക് വയ്യ. നീ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇത് ഏത് സ്ഥലം? ഇത് ഇലവന്തിട്ടാന്ന് പറഞ്ഞത് പത്തനംതിട്ടയുടെ ഭാഗമല്ലേ. അപ്പം നമ്മുടെ ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അവിടുന്ന് ഈ പന്നിയെല്ലാം ഇങ്ങ് പോകുന്നത്. അങ്ങനെ ഇവിടെ അങ്ങ് പന്നിശല്യമായി. എന്തായാലും മനുഷ്യരെയൊക്കെ ഭേദമായിരിക്കും മനുഷ്യന്മാർ. ഇപ്പം ഇവിടെ എന്തൊക്കെയുണ്ട്? കുരങ്ങനുണ്ട്, മയിലുണ്ട്, പന്നിയുണ്ട്, കുറുക്കനുണ്ട്. സാധനങ്ങളെല്ലാം ഇഞ്ഞ് പോകുന്നു. കാട്ടിൽ നിന്ന് ഇഞ്ഞ് പോകുന്നില്ലാരും. നമുക്ക് നോക്കാം പത്തനംതിട്ടയൊക്കെ പന്നിയുണ്ടോ. പിന്നെ ഉണ്ട്, പത്തനംതിട്ടയൊക്കെ പന്നിയൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പന്നിയുണ്ട് ഇവിടെ. ആദ്യം കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അന്നല്ലേ ഇതുണ്ടായില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ. അന്നേരം അങ്ങനെ പോകുന്നതാ, ഒഴുകി പോകുന്നതും കണ്ട. ശരി, പോയി ഇറങ്ങിക്കോളി, നന്നായി റെസ്റ്റ് എടുക്കുന്ന ആൾ ഡോക്ടറെ കാണിക്കാം. ആഹാ, കൊച്ചാട്ടൻ താ പോകുന്നു. പോയി. ഹലോ ബ്രോ. മുമ്പ് ഞാൻ പന്നിയാണെന്നും പറഞ്ഞ് വിചാരിച്ച് പേടിച്ച് പോയ ആളതോ പോകുന്നു. അവിടെ വേസ്റ്റിട്ടായിരുന്നു, കഴിച്ചിട്ട് പോവാ. അവിടെ വന്നു. ഹായ്, ഹലോ. വയനാട് മലപ്പുറമൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലായിടമായി. എൻ്റെ വീടിൻ്റെ അവിടെ ഇതുപോലെ സംഭവം കേൾക്കാനില്ല. കാട്ടിലാണ് വീട്. കാടൊന്നുമല്ല, റബ്ബർ തോട്ടം. ഇങ്ങനെയാ ബ്രോ, പത്തനംതിട്ട ഏരിയയൊക്കെ ഇങ്ങനെയാണ്. റബ്ബറും തോട്ടം, അത് കഴിഞ്ഞ് വീട്, അങ്ങനെയൊക്കെയാണ്. അതല്ല അങ്ങനെ തോന്നുന്നത്. ഉണ്ട്. തൊട്ട് മുന്നിൽ ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ വീടുണ്ട്. തൊട്ട് പുറയിൽ അച്ഛൻ്റെ അനന്തരൻ്റെ വീടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. പക്ഷെ കുറച്ച് റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ കാണും. അതെ, ആരെ വിളിച്ചു വരുത്തുന്ന. അതാ. അയ്യോ, കൊഴിഞ്ഞു ബ്രോയി. ആരെയും വിളിച്ചു വരുത്തുന്നില്ല. വീടൊക്കെ ഉണ്ട്. ഒത്തിരി അടുത്തുള്ള ഈ 2 വീട്, അങ്ങനെ 2-3 വീട് അടുപ്പിച്ചുണ്ട്. പിന്നെ എല്ലാം ഇച്ചിരി റബ്ബറും തോട്ടം, പിന്നെ വീട്, അങ്ങനെയൊക്കെയാ. ആണ്ട് ഓടുന്നടാ. ഹൈ. പട്ടി വന്ന വഴിയെ തന്നെ തിരിച്ച് വീണ്ടും ഓടിപ്പോ. റോഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും? റോഡിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നൊരു കുഴപ്പം. പക്ഷേ കുറേ സമയം വരെ എല്ലാവരും ഇരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് കയറിപ്പോകും. ഇപ്പം ഈ പന്നിയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ ഇരിക്കാറില്ല. എന്നാൽ ഞാൻ പോണു. ഓക്കെ ശബരി ചേട്ടാ. ഗുഡ് നൈറ്റ്. കാണാം നമുക്ക്. ബൈ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഞാനും പോവാ. വയ്യ ഒരു ഇതുണ്ട്. ഉറങ്ങട്ടെ, ഞാൻ പോയി. റോഡുണ്ട്. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡുണ്ട്. വേണ്ട, അത് റോഡാ. കണ്ടോ? റേഞ്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടത് റോഡാ, അതുകൊണ്ടാണ് പോകുന്നത്. വേണ്ട, അത് റോഡ്. കാശ്മീരല്ലെന്ന്, ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ. കാശ്മീരല്ല, ജമ്മു കാശ്മീരല്ല, ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ. അത് ഞാൻ വെള്ളിയാഴ്ച പോകത്തുള്ളൂ.